ചിക്കനും ബീഫും മുട്ടയും മീനൊക്കെ കഴിച്ചതിൻ്റെ ഇടയിൽ ഇതുപോലത്തെ വല്ലതൊക്കെ ഇടയ്ക്കൊന്നും ഉണ്ടാക്കി കഴിക്കണതേ കുറച്ച് നല്ലതായിരിക്കും കേട്ടോ. ഞാനന്നൊരു വെജിറ്റബിൾ പുലാവാണ് കാണിക്കുന്നത്. 4-4.5 വർഷത്തോളം ഞാൻ ഇറച്ചി മീനൊക്കെ കഴിക്കാണ്ടിരുന്ന സമയം ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഇടയ്ക്ക് ഉണ്ടാക്കിയിരുന്ന വെജിറ്റബിൾ പുലാവാണ്. ഞാൻ എടുക്കുന്ന വെജിറ്റബിൾസേ കുറച്ച് ബേബി കോൺസ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഫ്രോസൺ പട്ടാണി ഉണ്ടായിരുന്നു, സവോള ഉണ്ടായിരുന്നു, മഷ്റൂം ഉണ്ടായിരുന്നു, മഞ്ഞ നിറത്തിലുള്ള ക്യാപ്സിക്കം ഉണ്ടായിരുന്നു. ഈ ബേബിക്കോണും അതുപോലെ തന്നെ മഷ്റൂമും നിർബന്ധമുള്ള കേസല്ല കേട്ടോ. നമുക്ക് ക്യാപ്സിക്കം, സവോള, അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടെങ്കിൽ വെജിറ്റബിൾ പുലാവ് ഉണ്ടാക്കിയെടുക്കാം. ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരുന്നു മാത്രം. വെളിച്ചെണ്ണയും നെയ്യും സമാസമർത്ത് ചൂടാക്കിയിട്ടുണ്ട്. പട്ട, ഗ്രാമ്പു, ബേ ലീഫ്, കുറച്ച് കുരുമുളക്, ഏലക്കായൊക്കെ ഇട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്തതിന് ശേഷം ഒരു മീഡിയം സൈസിലുള്ള സവോളയും കൂടി ചേർത്ത് വഴട്ടണം കേട്ടോ. അതിലേക്ക് ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചതച്ചെടുത്തതാണ്. ഒരു ഏതാണ്ട് 10-15 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 4 പച്ചമുളക്, നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടിയും കുറച്ചൊക്കെ ചേർക്കാം. ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ ഒന്ന് വഴണ്ടതിന് ശേഷം നമുക്ക് പച്ചക്കറികൾ ചേർക്കാം. ഞാൻ ആദ്യം ക്യാരറ്റ് ചേർക്കുന്നുണ്ട്. ഒരു വലിയ ക്യാരറ്റിൻ്റെ പകുതി ഭാഗമായിട്ടാണ് ചേർക്കുന്നത്. ഒരു 6-7 ബേബി കോൺസും 6-7 മഷ്റൂമും ചെറുതായിട്ട് നുറുക്കിയത് ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് പച്ചപ്പട്ടാണി. ഒരു 1/4 കപ്പ് പച്ചപ്പട്ടാണി ചേർക്കുന്നുണ്ട്. ഫ്രോസൺ ആണ്, അത് കുറച്ചേരം വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചാണ് അതിൻ്റെ ഒരു തണവൊന്ന് വിടാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിതെല്ലാം കൂടി നല്ലപോലെ ഇളക്കണം. ഇതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചേർക്കുന്നത് ബിരിയാണി പുലാവ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും. നാട്ടിൽ കിട്ടുന്നുണ്ടോയെന്ന് എനിക്ക് ഉറപ്പില്ല കേട്ടോ. ഒരു പക്ഷേ വലിയ സൂപ്പർ മാർക്കറ്റിൽ ഉണ്ടാവും. ഞാനത് ഇപ്പോഴും ഇവിടെ വാങ്ങാറുണ്ട്. പിന്നെ കളറിനായിട്ട് ചെറുതായിട്ട് കുറച്ച് മഞ്ഞപ്പൊടി ഒന്ന് ചേർക്കുന്നുണ്ട്. ഇനി ബിരിയാണി പുലാവിൻ്റെ പൗഡറിലാന്ന് വെച്ചിട്ട് ഉണ്ടാക്കാതിരിക്കേണ്ട ചിക്കൻ മസാല അല്ലെങ്കിൽ നമ്മുടെ ഗരം മസാല ചേർത്താലും മതി. ഏതാണ്ട് ഒരു 3.5 ടേബിൾ സ്പൂണോളം ഞാനത് ചേർത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് അതിൻ്റെ പച്ചമണം പോണവരെ ഒന്ന് വഴറ്റിക്കോ. എല്ലാം ഒന്ന് സെറ്റായതിന് ശേഷം ഒരു 1.5 ടേബിൾ സ്പൂൺ നല്ല തൈര് നമ്മൾ ചേർക്കുന്നുണ്ട്. നല്ല കട്ടിക്കുള്ള തൈരാണ്, അധികം പുളിയില്ലാത്ത തൈര്. പുളിയുള്ള തൈരാണെങ്കിൽ ശ്രദ്ധിച്ചിട്ട് ചേർക്കണേ. തൈരൊന്നും അധികം ചേർക്കണം. ബിരിയാണിക്ക് ചേർക്കണം അത്ര നമ്മൾ ഇതിൽ തൈര് ചേർക്കില്ല. എന്നാൽ 1.5 ടേബിൾ സ്പൂൺ മാത്രമായിട്ട് ഞാൻ ചേർത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള അരി നമ്മൾ എടുത്തതിൽ 1.5 കപ്പാട്ടെ, മെഷർമെൻറ്റ് കപ്പിൽ 1.5 കപ്പ് അരി എടുത്തിട്ടുണ്ട്. പാകത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് പിന്നെ നമ്മൾ വെള്ളം ഒഴിക്കണം. 1 കപ്പിന് 2 കപ്പ് എന്നുള്ള രീതിയിലായിട്ട് ഞാൻ വെള്ളം ഒഴിച്ചിട്ടുള്ളത്. പക്ഷേ എൻ്റെ റൈസ് ബസ്മതി റൈസ് അല്ലാതെ പുലാവ് റൈസാണ്. അപ്പോൾ അതിൻ്റെതായ വ്യത്യാസം ഉണ്ടാവും. നിങ്ങൾ ബസ്മതി റൈസ് ആണെന്നുണ്ടെങ്കിൽ 1.5 കപ്പ് വെള്ളം മതി എന്നാണ് 1 കപ്പിന് വേണ്ടി വരുള്ളൂ. എന്തായാലും നമ്മുടെ അരിക്കനുസരിച്ചുള്ള കണക്കനുസരിച്ചുള്ള വെള്ളം ഒഴിച്ച് തിള വരുന്ന സമയത്ത് കഴുകി വാര വെച്ചിട്ടുള്ള അരിയും കൂടി ചേർക്കുന്നുണ്ട്. അരിയും കൂടി ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് വീണ്ടും തിള വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മളിങ്ങനെ അരി വറ്റിച്ചെടുത്ത് ചെയ്യുമ്പോൾ പ്രത്യേകം എന്നറിയോ, ആ വെജിറ്റബിൾസിൻ്റെ മസാലയുടെ ഒക്കെ ഫ്ലേവർ ആ റൈസിൽ നല്ലപോലെ കിട്ടും. ചിലർക്ക് ഇങ്ങനെ ചെയ്യുമ്പോൾ കുഴഞ്ഞു പോവും, അതുകൊണ്ട് വലിയ താല്പര്യം ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഇങ്ങനെ എല്ലാം കൂടി മിക്സ് ചെയ്ത് വയ്ക്കാൻ താല്പര്യമില്ലാത്തവരുണ്ടാവും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതുപോലെ മസാലകളൊക്കെ വഴറ്റി പച്ചക്കറിയൊക്കെ നല്ലപോലെ വഴറ്റിയെടുക്കണം. ഒരു 10-15 മിനിറ്റെങ്കിലും വഴറ്റിയെടുത്തതിന് ശേഷം തൈരും കൂടി ഒഴിച്ച് നല്ലപോലെ ഒന്ന് ഡ്രൈ ആക്കി എടുത്തതിന് ശേഷം വെള്ളം ഒഴിക്കരുത്. വെള്ളം ഒഴിക്കാണ്ട് നമ്മൾ ആ മസാല സെറ്റാക്കിയതിന് ശേഷം അരി സെപ്പറേറ്റ് വേവിച്ചിട്ട് ഇതിൻ്റെ മേലെ ദമ്മിടവും നല്ലത്. എന്തായാലും എൻ്റെ റൈസ് വെന്ത് വന്നിട്ടുണ്ട്. നല്ലപോലെ കുഴഞ്ഞിട്ടൊന്നുമില്ല. ആദ്യം നമുക്ക് കുറച്ചൊരു നനവുള്ള പോലെയൊക്കെ തോന്നും. പിന്നെ ഒന്ന് ചൂടാറി കഴിഞ്ഞാൽ സംഭവം സെറ്റായിട്ടുണ്ട്. കുറച്ച് ഉള്ളിയും കശുവണ്ടിപ്പരിപ്പും കൂടി വറുത്ത് മേലെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് സൈഡായിട്ട് നമുക്ക് വേറെ ഒന്നും വേണ്ടെന്ന് ഉദ്ദേശിച്ചത് കറികളാണ്. സൈഡായിട്ട് ഞാൻ അടിപൊളി ഐറ്റം പറഞ്ഞുതരാം. നല്ല കട്ട തൈരിൽ പുതിനയിലും പച്ചമുളകും നല്ല ജീരകം കൂടിയിട്ട് മിക്സിലും നല്ലപോലെ ഒന്ന് കറക്കിയെടുക്കുക. തൈര് ഭയങ്കര കോമ്പിനേഷൻ ആട്ടെ ഈ ഒരു പുലാവിൻ്റെ കൂടെ. പിന്നെ കുറച്ച് നാരങ്ങച്ചാറും പപ്പടം. അപ്പോൾ ട്രൈ ചെയ്യാത്തവരൊന്ന് ട്രൈ ചെയ്യണേ.